ഹലോ എവരി വൺ, ഞാൻ ഡോക്ടർ ഫർസാന, കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ്, അൽമാസ് ഹോസ്പിറ്റൽ. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ആക്നെ സ്കാർസിനെ കുറിച്ചാണ്. ആക്നെ സ്കാർസ് അഥവാ മുഖക്കുരുവിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നോണം മുഖത്തുണ്ടാകുന്ന കുഴികളും പാടുകളും. ആക്ച്വലി ഈ സ്കാർസ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഒരു മുറിവോ അല്ലെങ്കിൽ മുഖക്കുരു, ചിക്കൻ ബോക്സ് ഇതെല്ലാം ഉണ്ടായി കഴിയുമ്പോൾ ഒരു നാച്ചുറൽ ഹീലിംഗ് പ്രോസസ്സ് എന്നോണം നമ്മുടെ സ്കിൻ തന്നെ കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന പുതിയ സ്കിൻ നമ്മുടെ നോർമൽ സ്കിന്നിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിരിക്കും. ഇത് ചിലപ്പോൾ കുറച്ച് കുഴിഞ്ഞിരിക്കും, ഇതിനെയാണ് അട്രോഫിക് സ്കാർസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ കുറച്ച് ഉയർന്നിരിക്കും, ഇതിനെയാണ് ഹൈപ്പർട്രോഫിക് സ്കാർസ് എന്ന് പറയുന്നത്. ഇത് ഓരോരുത്തരുടെയും ഏജ്, ജെൻഡർ, ന്യൂട്രിഷൻ, ഹോർമോണൽ ഫാക്ടേഴ്സ്, അതുപോലെ അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ മുഖക്കുരുവിൻ്റെ കേസാണെങ്കിൽ പലതരം സ്കാറുകൾ ഉണ്ടായേക്കാം. ഫോർ എക്സാമ്പിൾ ഐസ് പിക് സ്കാർ, ബോക്സ് സ്കാർ, റോളിംഗ് സ്കാർ, പാപ്പുലർ സ്കാർ എന്നൊക്കെയാണവ. സോ ഈ സ്കാർസിൻ്റെ ടൈപ്പ്, സൈസ്, ഡെപ്ത് ഇതൊക്കെ അനുസരിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റും വ്യത്യസ്തമാണ്. ഇപ്പോൾ സൂപ്പർഫിഷ്യലി ഉള്ള ഏതെങ്കിലും ജെൽസ്, ക്രീം, സിറം ഇതിനൊക്കെ അപ്പുറത്ത് ചില പ്രൊസീജിയേഴ്സും കമ്പൈൻഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഇതിനൊരു ബെറ്റർ റിസൾട്ട് വരുന്നത്. ഈ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ പലതരത്തിലുണ്ട്. സബ്സിഷൻ, മൈക്രോ നീഡ്ലിംഗ് വിത്ത് റേഡിയോ ഫ്രീക്വൻസി, ഫ്രാക്ഷണൽ CO2 ലേസേഴ്സ്, TCA ക്രോസ്, കെമിക്കൽ പീലിംഗ്, ഇതിൻ്റെ കൂടെ PRP ഒക്കെ നമുക്ക് കമ്പൈൻ ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇതുവഴി ഏകദേശം ഒരു 60 മുതൽ 90% വരെ ഈ സ്കാർസിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണാറുണ്ട്. പിന്നെ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. സോ മുഖക്കുരു വരുമ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ഏർലി ആയിട്ട് തന്നെ ആപ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ സ്കാർസ് വരുന്നതിനെയും നമുക്കൊരു പരിധി വരെ തടയാവുന്നതാണ്.